അക്കാഫ് ഈവൻസും ദുബൈ ചാരിറ്റിയും ദുബൈ ഫുഡ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നാണ് ഇവിടെ നടക്കുന്നത്. ഈ നോമ്പ് കാലത്ത് എല്ലാ ദിവസവും കൃത്യമായി 10,000-ൽ കൂടുതൽ ആൾക്കാർക്കാണ് ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എന്നോടിപ്പോൾ ഉള്ളത് അക്കാഫിൻ്റെ ഓൾ ഇന്ത്യസ് ടീമാണ്. ചാരിറ്റി വിങ് നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട VC മനോജാണ്. നമുക്ക് മനോജിലേക്ക് പോകാം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ ദിവസവും അവർ ചെയ്യുന്നതെന്ന് മനോജ് ഭായി നമസ്കാരം. നമസ്കാരം. അക്കാഫിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുന്നു. ഈ 14ാമത്തെ ദിവസം കടന്നു. അപ്പോൾ ഓരോ ദിവസവും ഇത്രയും ആൾക്കാരെ എങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 200ഓളം വളണ്ടിയേഴ്സ് ഡെയിലി 100 to 200 വളണ്ടിയേഴ്സ് ഡെയിലി ഉണ്ടാവും. റൊട്ടേഷൻ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അവരെല്ലാം വെൽ എക്സ്പീരിയൻസ്ഡാണ് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത്ര ക്രൗഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അവരെല്ലാവരും നല്ല ഇതാണ്. ഇന്നലെ നമ്മൾ 11,800 ഫുഡ് കിറ്റ് കൊടുത്തത്. ഇന്ന് ഏകദേശം 11,000ഓളം ഫുഡ് കിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. നമുക്കെല്ലാം അത് ഇതിന് വരിക എന്നുള്ളത് തന്നെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, ഹിന്ദുക്കളായാലും ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, പലരും ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണ് ഇതിൻ്റെ വിജയം. ഇത്രയും എല്ലാവരും ഒത്തൊരുമ ഈ വളണ്ടിയേഴ്സിൻ്റെ എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് ചെയ്യുന്ന പുണ്യപ്രവൃത്തി ഈ പുണ്യമാസത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് വലിയൊരു കാര്യമാണ്. നമ്മളിത് ദുബായ് ചാരിറ്റി അസോസിയേഷൻ ആൻഡ് ദുബായ് ഫുഡ് ബാങ്ക് അവരുടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വി ആർ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ CDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ കൂടി അസോസിയേഷൻ കൂടിയാണ്. വിത്ത് ഓൾ ലീഗൽ ഫോർമാലിറ്റീസ് ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അക്കാഫിനും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു. വിശുദ്ധ റംദാൻ മാസത്തോടനുബന്ധിച്ച് അക്കാഫ് UAE ദുബൈ സോനാപൂർ ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ വിരുന്നൊരുക്കുകയാണ്. ഈ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് അക്കാഫിന്റെ ചെയർമാനായ ഷാഹുൽ ഹമീദ്, അതുപോലെ തന്നെ അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ, ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ്, മറ്റ് അക്കാഫ് അംഗങ്ങളും ചേർന്നാണ് ദുബൈയിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. നമസ്കാരം. എന്നോടിപ്പം ഉള്ളത് ഷൈജു ആണ്. നമുക്ക് ഷൈജുവിനോട് ചോദിക്കാം ഇതിൻ്റെ എങ്ങനെയാണ് പ്രോഗ്രസ്സുകൾ പോകുന്നതെന്ന്. നമ്മളിവിടെ അക്കാഫ് ഇവൻസ് ഈ ഒരു പുണ്യപ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 വർഷത്തിന് മേലെയായി. എൻ്റെ പാർട്ടിസിപ്പേഷൻ ഇത് 4ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് 8 മുതൽ ഒരു 12,000 വരെ ആൾക്കാർ ഇവിടെ ലേബേഴ്സ് വന്ന് ഫുഡ് സപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു പുണ്യപ്രവൃത്തിയും കൂടെയാണ്. നമ്മളാരും ഒന്നും ഇച്ഛിച്ചു വരുന്നതൊന്നുമല്ല, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് വരുന്നതാണ് ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയിൽ അംഗമാകുക എന്നുള്ളത്. വളരെ ശ്രമകരമായ ഒരു സംഭവമാണിത്. നമുക്ക് ഗേറ്റിൽ നിയന്ത്രിക്കാൻ തന്നെ ഒരു ടീം തന്നെ സെപ്പറേറ്റ് തന്നെയുണ്ട്. പിന്നെ ലൈൻ കൺട്രോൾ ചെയ്യാനും ക്രൗഡ് കൺട്രോൾ ചെയ്യാനും ഇത്രയും അധികം ആൾക്കാർ വരെയല്ലേ ഇപ്പം പല ഇത് ചെയ്യുന്നുണ്ട്. അക്കാഫ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഇത്രയും ആൾക്കാർക്ക് ആ ഒരു നേതൃത്വത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഞാനതാ പറഞ്ഞത്. നമ്മൾ ഗേറ്റ് മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ലൈൻ കൺട്രോളും ക്രൗഡ് കൺട്രോളും കഴിഞ്ഞ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പല ടീമുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ടീമിൻ്റെയും ഒരു പ്രയത്നമാണ് ഈ ഒരു
നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു തിരക്ക് ഇത് സമാധാനത്തോടു കൂടി ഇരുന്ന് എല്ലാവരും കഴിക്കുന്ന ഒരു ക്രൗഡോ ഒരു തള്ളോ ഉന്തോ ഒന്നും ഇല്ലാതെ നമ്മൾ ഡെയിലി ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ലേബേഴ്സ് എല്ലാം നോർമലാണ്, അപ്പോൾ നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ ഒരു സന്തോഷം, ഇതെല്ലാവരും ഇത്രയും ഭംഗിയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. നമ്മുടെ അക്കാഫിൻ്റെ വനിതാ വിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സും അല്ലേ? അപ്പം ഇത് എത്ര വർഷമായിട്ട് നിങ്ങൾ ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? കുറേ വർഷങ്ങളായി സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് അക്കാഫ് ഇവൻറ്റ്സ്, വളരെ കാലമായിട്ട്. അപ്പം ഈ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന ജെൻസാണ്. ആ ജെൻസിൻ്റെ കൂടെ നിങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ കാണുകയാണ്, എല്ലാവരും കൈകോർത്ത് ഒന്നിനൊന്ന് സപ്പോർട്ടായിട്ട് ചെയ്യുന്നത്. ഇവിടെ അക്കാഫ് ഇവൻറ്റ്സിൻ്റെ വനിതാ വിങ് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് വരുന്ന കൂടുതലും ലേഡീസാണ്. അത് ആരും നിർബന്ധിക്കാതെ തന്നെ എല്ലാവരും സ്വയം ഇഷ്ടത്തോട് കൂടിയിട്ട് വരുന്നതാണ്. ശരിക്കും എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും അല്ല മൂന്ന് പേരും ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? ഞാൻ താമസിക്കുന്ന ഷാർജയിലാണ്, വർക്ക് ചെയ്യുന്നത് ദുബായിൽ. ഓക്കെ, ഷാർജയിൽ നിന്നാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സോനാപൂരിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? ഷാർജയിൽ നിന്ന് വന്നു. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ. എല്ലാ ദിവസവും ഇപ്പോൾ 14ാമത്തെ ദിവസമാണ് എവരി ഡേ വരാറുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു. മാക്സിമം ആൾക്കാർക്ക് ഫുഡ് എത്തിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. Okay. Anyway, thank you. This program brought to you by Lucky Center and Lucky Department Store, Ajumar.